ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹോത്സവം ഭക്തിസാന്ദ്രവും ആസ്വാദ്യവുമാക്കി മാറ്റിയ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ്.ജി. നായർ, ഏറ്റുമാനൂർ SHO A.S. അൻസൽ, കോർഡിനേഷൻ ഓഫീസർ ഉദയൻ എന്നിവരെ ഏറ്റുമാനൂർ ടെമ്പിൾ സിറ്റി സാംസ്കാരിക സമിതി ആദരിച്ചു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ടെമ്പിൾ സിറ്റി സാംസ്കാരിക സമിതി ചെയർമാൻ A.R. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അതിന്റെ ബഹുമാനത്തോടുകൂടി ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ദേശത്തിന് ഒരു അഭിമാനമാകുന്ന വിധത്തിൽ കൃത്യതയോടെ നടത്തിയ ദേവസ്വം മന്ത്രിക്കും അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കും അവരുടെ കഷ്ടപ്പാട് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഞങ്ങൾ ആ ഒരു ആദരവ് നൽകുന്നത് ഈ നാടിൻ്റെ ഒരു ബഹുമാനമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ ചടങ്ങിലേക്ക് വരുന്നത്. ഒരു പൂവും ഒരു പൊന്നാടയുമാണ് നൽകുന്നത്. ആ പൂവിൻ്റെ പരിശുദ്ധിയും ആ പുടവയുടെ നൈർമല്യവും ഈ നാടിന് വരും കാലങ്ങളിൽ എന്നും ഭംഗിയാകട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് ഏറ്റുമാനൂർ ടെമ്പിൾ സിറ്റി സാംസ്കാരിക വേദി ലളിതമായി ചടങ്ങ് വെച്ചിരുന്നത്. ഏറ്റുമാനൂർ ശ്രീമൂലം ഷഷ്ഠ്യബ്ദപൂർത്തി സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് G. പ്രകാശ്, ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് P. രാജീവ്, ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലർമാരായ E.S. ബിജു, സുരേഷ് വടക്കേടം, AKCHMS ജില്ലാ പ്രസിഡന്റ് K.C. ഷാജി, നെഹ്റു കൾച്ചറൽ സൊസൈറ്റി പ്രതിനിധി അജയകുമാർ, P.S. രാധാകൃഷ്ണൻ, ഏറ്റുമാനൂർ വികസന സമിതി പ്രസിഡന്റ് B. രാജീവ്, വ്യാപാരി വ്യവസായി പ്രതിനിധികളായ M.K. സുഗതൻ, ശ്രീകുമാർ വാലയിൽ, സാഹിത്യകാരൻ മണി തൃക്കോതമംഗലം, ക്ഷേത്ര ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് K.N. ശ്രീകുമാർ, സത്യൻ മിഡാസ്, ടെമ്പിൾ സിറ്റി സാംസ്കാരിക സമിതി കൺവീനർ P.R. രാജേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മന്ത്രി V.N. വാസവൻ മറുപടി പ്രസംഗം നടത്തി. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഈ സാംസ്കാരിക കൂട്ടായ്മ ഞങ്ങളെ ഈ സന്ദർഭത്തിൽ സ്നേഹാദരവുകൊണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യങ്ങൾ കൃത്യമായി അറിയിച്ചതിൻ്റെ അംഗീകാരം നൽകിക്കൊണ്ട് ഇത്തരം ആദരവ് പ്രകടിപ്പിക്കാൻ മുന്നോട്ട് വന്നു സാംസ്കാരിക സിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് നിർവഹിച്ചത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രം, ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും ആചാരാനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളുമെല്ലാം ഏറ്റവും ഭംഗിയായി വിജയകരമായി തീർക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. I4U ന്യൂസ്, ഏറ്റുമാനൂർ.